ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ച ഒരു അട്ടിമറി ഇന്ന് സംഭവിച്ചിരിക്കുന്നു. മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിലെ എതിരാളികളായ മുംബൈ സിറ്റി ഇന്ന് ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണ് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുംബൈ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടുകൂടി ഗ്രൂപ്പ് ഡിയിലെ സാധ്യതകൾ ഇപ്പോൾ മറിഞ്ഞിരിക്കുകയാണ്. മത്സരത്തിന്റെ 44-ാമത്തെ മിനിറ്റിലാണ് ബ്ലാൻഡൻ ജൂനിയർ രാജസ്ഥാൻ യുണൈറ്റഡിന് വേണ്ടി ഒരു ഗോൾ കണ്ടെത്തിയത്. ആ ഗോളിലാണ് രാജസ്ഥാൻ യുണൈറ്റഡ് പിടിച്ചു നിന്നത്. പിന്നീട് മുംബൈ സിറ്റിക്ക് ഗോൾ മടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്. അതായത് അടുത്ത മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ തോൽക്കാതിരുന്നാൽ മാത്രം മതി കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ എത്താൻ കഴിയും. നിലവിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് വരുന്നത്. 6 പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. പിന്നീടാണ് രാജസ്ഥാൻ യുണൈറ്റഡ് മുംബൈ സിറ്റിയും വരുന്നത്. രണ്ട് ടീമുകൾക്കും 3 പോയിന്റുകൾ വീതമാണ് ഉള്ളത്. ഗോൾ ഡിഫറൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത് വരുന്നത് +4 ആണ്. അതേസമയം രാജസ്ഥാൻ യുണൈറ്റഡിൻ്റെത് 0 ആണ്. മുംബൈ സിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ +2 ആണ് വരുന്നത്. ഏതായാലും അടുത്ത മത്സരം മുംബൈ സിറ്റിക്കെതിരെയാണ്. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയാൽ പോലും സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. തോൽക്കാതിരുന്നാൽ മാത്രം മതി, എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് സെമിയിലേക്ക് മുന്നേറാൻ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.